ഡെയിലി വെയർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ചെയിൻ ഫെസ്റ്റിവൽ. മറ്റെവിടെയും കാണാനാകാത്ത ലൈറ്റ് വെയ്റ്റ് ചെയിനുകളുടെ അതിവിപുലമായ ശ്രേണി, അത്യപൂർവമായ ട്രെൻഡി ഡിസൈൻ ചെയിനുകളുടെ അത്യാകർഷകമായ കളക്ഷൻസ്, ഒപ്പം മനസ്സിനിണങ്ങിയ സ്വർണം ഇനി മിതമായ വിലയിൽ സ്വന്തമാക്കാം. വരൂ, മെയ് 4 മുതൽ 10 വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ നടക്കുന്ന ഈ ചെയിൻ ഫെസ്റ്റിവലിലേക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അനശ്വരരായ ഒഞ്ചിയം രക്തസാക്ഷി സ്മരണ പുതുക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. CPIM CPI നേതൃത്വത്തിൽ 76ാമത് രക്തസാക്ഷി ദിനം സമുചിതമായി ആചരിച്ചു. രാവിലെ 8-ന് ഒഞ്ചിയം രക്തസാക്ഷി സ്ക്വയറിൽ നിന്നും രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പുറങ്കര കടപ്പുറത്ത് R. ഗോപാലന്റെ നേതൃത്വത്തിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ നേതാക്കളും പ്രവർത്തകരുമെത്തി രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. KM ശങ്കരൻ സിന്ദാബാദ്, KM ശങ്കരൻ സിന്ദാബാദ്, മേനൻ കലാരൻ സിന്ദാബാദ്, CK ചാത്തു സിന്ദാബാദ്, മണ്ടോടി കണ്ണൻ സിന്ദാബാദ്, കൊല്ലാച്ചേരി കുമാരൻ സിന്ദാബാദ്, ഒഞ്ചിയം രക്തസാക്ഷികൾ സിന്ദാബാദ്. ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ, ഭരണ മികവ് ജനങ്ങൾക്കിടയിൽ വലിയ നിലയിൽ മതിപ്പ്, ഗവൺമെന്റിനെ സംബന്ധിച്ച മതിപ്പ് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. 8 കൊല്ലക്കാലമായി തുടർച്ചയായി, കഴിഞ്ഞ 96 മാസക്കാലമായി തുടർച്ചയായി കേരളം ഭരിക്കുന്ന ഒരു മുന്നണിയുടെ ഗവൺമെന്റിന്റെ വക്താക്കൾ എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷ പ്രവർത്തകന്മാർ മാസങ്ങളോളം ജനങ്ങളെ അഭിമുഖീകരിച്ചത്. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് എല്ലായിടത്തും എത്തിച്ചേർന്നു. ഒരിടത്ത് നിന്ന് പോലും ഗവൺമെന്റിന്റെ വക്താക്കൾ എന്നുള്ള നിലയിൽ മുഖം കറുപ്പിച്ച് ആരോടും, ഒരിടതുപക്ഷ പ്രവർത്തകനോടും, ഒരു വോട്ടർ പോലും, ഒരു സാധാരണ മനുഷ്യൻ പോലും ഒരിടത്ത് നിന്നും ഒരു നിഷേധ നിലപാട് സ്വീകരിക്കുന്ന നിലയുണ്ടായിട്ടില്ല. അത്യാവശ്യം ചില വേവലാതികളൊക്കെ അവർക്ക് പറയാൻ അവകാശപ്പെട്ടവർ എന്ന നിലയിൽ നമ്മളോട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാകും എന്നുള്ളത് വസ്തുതയാണ്. അല്ലാതെ ആരോടും ഒരു കടുത്ത ഭാഷയിൽ ഗവൺമെന്റിനെതിരായി സംസാരിക്കുന്ന നില എവിടെയും ഉണ്ടായിട്ടില്ല. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ നല്ല സ്വീകാര്യതയാണ് വന്നത്. എല്ലാറ്റിലും ഉപരിയായി ഇടതുപക്ഷം ഇന്നത്തെ അപകടസന്ധിയിൽ രാജ്യത്തെ രക്ഷപ്പെടുത്തുന്നതിന് മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന് വലിയ സ്വീകാര്യതയാണ് പൊതുവിൽ മതനിരപേക്ഷ മനസ്സുള്ള കോടിക്കണക്കായ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിന്റെ നിലപാടിന് വലിയ സ്വീകാര്യത. നാം മുൻ നിർത്തിയിട്ടുള്ള, നാം ജനങ്ങളുടെ മുമ്പിൽ ഈ പോരാട്ടത്തിന്റെ നേതൃസ്ഥാനത്ത് അവതരിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ 20 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ അവർക്കുള്ള പൊതു സ്വീകാര്യത, പ്രവർത്തന അനുഭവത്തിലൂടെ അവരാർജിച്ചിട്ടുള്ള സ്വീകാര്യത, ഇതെല്ലാം നമുക്ക് അനുകൂലമായ മുതൽക്കൂട്ടായി തെരഞ്ഞെടുപ്പിൽ മാറി വന്നിട്ടുള്ള, രൂപപ്പെട്ടു വന്നിട്ടുള്ള സാഹചര്യങ്ങളാണ്, ഘടകങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇടതുപക്ഷം നാം ഒരു വലിയ രാഷ്ട്രീയ യുദ്ധമായിട്ടാണ്, രാഷ്ട്രീയ സമരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ എല്ലായിടത്തും കണ്ടത്. ഈ വടകരയിലും നാം അതേ നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നാം സമീപിച്ചത്, നാം കൈകാര്യം ചെയ്തത്. പ്രചാരവേലകളുടെ ഓരോ സന്ദർഭത്തിലും നാം അതിലൊരു വിട്ടുവീഴ്ചക്കും നാം തയ്യാറായില്ല. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മറ്റിടങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പ്രചാരണ രീതിയും സമീപനവുമാണ് UDFന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. NM ബിജു അധ്യക്ഷനായി. CPI ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊകേരി പതാക ഉയർത്തി. VP ഗോപാലകൃഷ്ണൻ പ്രതിജ്ഞ ചൊല്ലി. സത്യൻ മൊകേരി, P. സതീദേവി, C. ഭാസ്കരൻ, TP ബിനീഷ്, R. സത്യൻ, TK രാജൻ, PK ദിവാകരൻ, K. പുഷ്പജ, P. സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. TP ഗോപാലൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു.